സവാള അദ്ദേഹത്തിന്റെ മേലെയുള്ള പരാതി കുറെ ആയിരിക്കാം. കുറെ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ ഞങ്ങൾ കേട്ടു. എന്റെ കസ്റ്റമേഴ്സ് മുഴുവൻ സ്ത്രീകളാ, അതിലാ ഞാൻ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്. ബലാത്സംഗം, പീഡനം, ഗർഭം, പീഡനം, ബലാത്സംഗം. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ വിവാദ പരാമർശവുമായി ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി. രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുകേഷിന്റെ കേസ് രണ്ടെന്നാണോ പറയുന്നത്? രണ്ട് സ്ഥിതിഗതികളിലുള്ളതാണോ? രണ്ട് പശ്ചാത്തലമാണോ? ചേച്ചി ലേറ്റാ വന്നാലും ലേറ്റസ്റ്റാ വരുവേ. വനിതകളുടെ കൂട്ടായ്മയും വ്യക്തിത്വ വികാസവും ഉയർത്തിപ്പിടിക്കുന്ന കാര്യത്തിൽ ഈ ബിന്ദു നൈനാൻ എന്നും ശ്രദ്ധ പതിപ്പിച്ചിട്ടുണ്ട്. കുറച്ച് വൈകിയാൽ എന്താ, ആ ഗൗരവമൊക്കെ കണ്ടില്ലേ? ഇതിനെ സംബന്ധിച്ച് നല്ല കൃത്യമായിട്ടുള്ള ഒരു ഗവേഷണം നടത്തിയിട്ടായിരിക്കുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഏത് ചോദ്യം വന്നാലും വളരെ നിസ്സാരമായിട്ട് കൈകാര്യം ചെയ്യാൻ കഴിയത്തക്ക വിധത്തിൽ ചേച്ചി പ്രിപ്പയർഡ് ആണ്. താങ്ക്സ്, മനസ്സിലാക്കിയതിന് നന്ദി. മുകേഷ് പീഡിപ്പിച്ചെന്ന് പറഞ്ഞാൽ അത് നിയമവിധേയമായിട്ടുള്ള പീഡനമല്ലായിരുന്നോ? പീഡിപ്പിക്കുന്നതിന് ഇന്ന നിയമങ്ങൾ വേണം, ഇന്ന രീതികളിൽ വേണം പീഡിപ്പിക്കാൻ എന്നൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടില്ലേ വ്യക്തമായിട്ട്? അതൊക്കെ വായിച്ച് പഠിച്ച് മനസ്സിലാക്കി അത് പഠിച്ചതിന്റെ സർട്ടിഫിക്കറ്റും കൈവച്ചുകൊണ്ടാണ് മുകേഷ് പീഡിപ്പിച്ചത്. നീ വിചാരിക്കണ പോലെ അങ്ങനെ വലിയ പീഡന കേസൊന്നുമല്ല, ഒരു കുഞ്ഞു പീഡന കേസ്. പക്ഷെ രാഹുൽ അങ്ങനെയല്ലായിരുന്നു. അതുകൊണ്ട് ഈ രണ്ട് കേസുകളെ തമ്മിൽ താരതമ്യം ചെയ്യുകയേ വേണ്ട. പരാതി വന്നാൽ പരാതി പോലീസിന് കൈമാറുകയും നിയമപരമായ വഴിയിൽ കൂടി തന്നെ അത് ശിക്ഷ വിധിക്കുകയും ചെയ്യുന്നതാണ്. പാർട്ടി ശിക്ഷ വിധിക്കാറൊന്നുമില്ല. ആദ്യം തന്നെ ഈ പാർട്ടി കോടതി ഉണ്ടെന്ന് ആരാ പറഞ്ഞത്? അതൊക്കെ ഞങ്ങൾ പറയേണ്ടത് കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചിച്ച് വല്ലാതെ വേവലാതിപ്പെടണ്ട. പാർട്ടിയിൽപ്പെട്ട ആളുകൾ പാർട്ടിക്കെതിരായിട്ട് എന്തെങ്കിലും ചെയ്താൽ തന്നെ നമ്മൾ എന്തെങ്കിലും വിചാരണയോ ശിക്ഷയോ ഒക്കെ നടപ്പിലാക്കാറുണ്ടോ? അപ്പൊ തന്നെ പോലീസിന് കൈമാറുമെന്ന്, നിയമപരമായിട്ട് പോലീസിന് കൈമാറും. അപ്പൊ പിന്നെ പീഡന കേസിന്റെ ഒക്കെ കാര്യം പറയാനുണ്ടോ? പെണ്ണുങ്ങളെ പീഡിപ്പിച്ചവന്മാരും മോട്ടിച്ചവന്മാരും ഒക്കെ ഇപ്പൊ ഞങ്ങളുടെ പ്രസ്ഥാനത്തിനകത്തുണ്ടോ? അപ്പഴേ തൂക്കി വീശിയില്ലേ? അവിടെ ശ്രദ്ധയിൽ എന്തെങ്കിലും ഒരു തരി കള്ളത്തരം അത് ഞങ്ങൾക്ക് സഹിക്കില്ല. അത് കണ്ട ഉടനെ പോലീസിനെ അറിയിക്കും, പോലീസിനെ കൊണ്ട് പിടിപ്പിക്കും, വേണമെങ്കിൽ ഞങ്ങൾ സാക്ഷിമൊഴിയും കൂടെ കൊടുക്കും. പിന്നെ അവരെ ഇന്ത്യയുടെ പരമോന്നത നീതിന്യായ പീഠം വധശിക്ഷയ്ക്ക് വിധിക്കുന്നത് വരെ ഒരു സമാധാനക്കേടാ ഞങ്ങൾക്ക്. ഈ തരത്തിൽ പറഞ്ഞ് കുറ്റവാളികളെ രക്ഷിക്കാൻ ആര് ശ്രമിക്കരുത്. ഇപ്പോൾ ഈ വാദം ഉന്നയിക്കുന്നത് കോൺഗ്രസ് MLA-മാർ നടത്തിയിട്ടുള്ള തെറ്റുകളെ ന്യായീകരിക്കാനല്ലേ? ഇത് അതിതീവ്രമായിട്ടുള്ള ഒരു പീഡനമാണല്ലോ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെത്. റിക്ടർ സ്കെയിലിൽ തീവ്രത അളക്കുന്ന ആ ഒരു തിരക്കിലായിരുന്നു കേട്ടോ. ചേച്ചി കറക്റ്റ് കാര്യങ്ങളും കണക്കുകളും കയ്യിലില്ലാതെ വന്ന് പത്രസമ്മേളനം ഒന്നും നടത്തത്തില്ല. ചേച്ചി ആ തീവ്രത അളക്കുന്നതിന്റെ ഫോർമുല കൃത്യമായിട്ട് മാധ്യമ പ്രവർത്തകരുടെ മുന്നിൽ ഒന്ന് വിശദീകരിക്കാമോ ചേച്ചി? അതായത് ഈ പീഡനത്തിന് ഉപയോഗിക്കുന്ന ഉപകരണത്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണോ തീവ്രത നിശ്ചയിക്കുന്നത്, അതോ അപ്പോ മറ്റേത് തീവ്രത കുറഞ്ഞതായിരിക്കാം എന്ന് ഞാൻ അനുമാനിക്കുന്നു. എല്ലാവരും അനുമാനത്തെ ഒന്ന് മാനിച്ചേക്കണേ. രാഹുലിൻ്റെത് ഇത്തിരി തീവ്രത കൂടി നിൽക്കുന്ന ഭയങ്കര തീവ്രം. ചേച്ചിയുടെ കണ്ണുവരെ അടിച്ചു പോയ തീവ്രത ഉണ്ട്. പക്ഷെ മുകേഷിൻ്റെത് താരതമ്യേന തീവ്രത വളരെ കുറഞ്ഞതാണെന്നാണ് ചേച്ചിയുടെ ഒരു അനുമാനം. വേണമെങ്കിൽ ചേച്ചി പീഡനത്തിനിരയായ സ്ത്രീകൾ അനുഭവിച്ച ആ വേദനയുടെ തീവ്രത കൂടി ഇപ്പൊ പറയും ലൈവായിട്ട്. വേണമെങ്കിൽ പറയാം അല്ലേ ചേച്ചി? സ്ത്രീകൾക്ക് വേണ്ടി അത്രയും കൂടെ ഒന്ന് സംസാരിക്കും. ചേച്ചിക്ക് ആ തീവ്രതയുടെ കാര്യം ആലോചിച്ചപ്പോഴേ പൊന്നോ. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാനത്തെ പ്രമുഖ നേതാവിന്റെ എത്ര ഗുരുതരമായ സ്ത്രീ പീഡനമാണ്. സ്ത്രീകളെ മുഴുവൻ അവമാനിക്കുന്ന നിലപാടല്ലേ സ്വീകരിച്ചത്? ഇത്തരത്തിലൊരു നിലപാട് സ്വീകരിച്ചിട്ട് എങ്ങനെയാണ് കോൺഗ്രസ് പാർട്ടിക്ക് അതിനെ ന്യായീകരിക്കാൻ സാധിക്കുന്നത്? വാട്സാപ്പിൽ കൂടി അശ്ലീല ചിത്രം അയച്ചതിന്റെ പേരിൽ ഏരിയ സെക്രട്ടറിയിൽ നിന്ന് സ്ഥാനത്ത് നിന്ന് പാർട്ടി മാറ്റിയവൻ വീണ്ടും സ്ഥാനാർത്ഥിയാണ്. അതിനെപ്പറ്റിയൊക്കെ ഒന്ന് അന്വേഷിക്കും. അത് പീഡനമെന്ന് ഞങ്ങൾ അംഗീകരിച്ചിട്ടില്ലല്ലോ. മുകേഷ് നടത്തിയത് പീഡനമാണെന്ന് ഇതുവരെ നമ്മൾ അംഗീകരിച്ചിട്ടില്ല. നമ്മളെന്ന് പറയുമ്പോൾ പാർട്ടി കോടതി കുറച്ചു മുമ്പ് പറഞ്ഞു പാർട്ടി കോടതിയും വിചാരണയും ശിക്ഷയൊന്നും ഇല്ലെന്ന്. പക്ഷെ നമ്മുടെ കോടതി ഇതുവരെ അംഗീകരിച്ചിട്ടില്ല കേട്ടോ. മുകേഷ് ഞങ്ങളുടെ പാർട്ടി മെമ്പർ പോലും വരുന്നില്ലല്ലോ. വെറുതെ അതിനെപ്പറ്റി പറഞ്ഞിട്ടുള്ള കാര്യം. MLA ആണ് അത് പറഞ്ഞല്ലേ. അന്നേരം തന്നെ ഞാൻ പറഞ്ഞല്ലോ MLA-നെ സംബന്ധിച്ചുള്ള കാര്യം പറഞ്ഞത്. പാർട്ടി എടുക്കേണ്ട കാര്യം പാർട്ടി സ്വീകരിക്കും. അത് സംഘടനാപരമായ കാര്യങ്ങൾ. ഭരണപരമായ കാര്യങ്ങൾ ഗവൺമെന്റ് സ്വീകരിക്കും. നമ്മുടെ വീണ ചേച്ചി ഇല്ലേ, ഇപ്പൊ നമ്മുടെ ആരോഗ്യമന്ത്രി പദം അലങ്കരിക്കുന്ന വീണ ചേച്ചി ഇരുന്നൊരു ഡീറ്റെയിൽഡ് ഇന്റർവ്യൂ ജേർണലിസ്റ്റ് ആയിരുന്ന കാലത്തിൽ എടുത്തായിരുന്നു. ആരുടെ?
നമ്മുടെ മുകേഷ് അണ്ണന്റെ മുൻ ഭാര്യ സരിത ചേച്ചിയുടെ. ഒരു കാര്യമില്ല. അപ്പൊ ചേച്ചി കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ആ സ്ത്രീ അനുഭവിച്ച ദുഃഖം കേട്ട് വീണ ചേച്ചി ഒഴുക്കിയ കണ്ണീരുണ്ടായിരുന്നെങ്കിലുണ്ടല്ലോ, നമ്മുടെ ഇടുക്കി ഡാമിൽ വെള്ളത്തിന് ഷോർട്ടേജ് വരുമ്പോ അവിടെ പരിഹരിക്കായിരുന്നു. ഡൊമസ്റ്റിക് വയലൻസ് എല്ലാ വിവാഹമോചനങ്ങളുമായി ബന്ധപ്പെട്ട് പറയാറുള്ളതാണ്, ആരോപിക്കപ്പെടാറുള്ളതാണ്. അതങ്ങനെ മാത്രമാണ്. എനിക്ക് പറയാൻ ഇത് അഷെയിംഡ് മീന. ഐ ഡിഡ്ന്റ് വാണ്ട് ടു ഷെയർ ദിസ് വിത്ത് എനിബഡി. അത് വ്യക്തമായിട്ട് വന്നിരുന്ന് ഒരു മലയാള മാധ്യമത്തിലാണ്, ഒരു ജേർണലിസ്റ്റിനോടാണ് സംസാരിച്ചത്. അനുഭവിച്ച പീഡനങ്ങൾ, ലൈംഗിക പീഡനം മാത്രമല്ല, ശാരീരിക പീഡനങ്ങൾ. സ്വന്തം അച്ഛന്റെ മുന്നിൽ വെച്ച് പോലും മദ്യപിച്ച് സ്ഥിരമായിട്ട് വീട്ടിൽ വന്ന് ഉപദ്രവിക്കുക, മക്കളുടെ മുന്നിൽ വെച്ച് ഉപദ്രവിക്കുക, അവസാനം സ്വന്തം മക്കളെ ഹോസ്റ്റലിൽ കൊണ്ട് വിടേണ്ട വന്ന ഒരമ്മയുടെ അവസ്ഥ. സ്ത്രീകളെ ഒരു തരത്തിലും റെസ്പെക്ട് ചെയ്യാത്ത ഒരാളാണ് മുകേഷ് എന്ന് അവര് തുറന്നു പറഞ്ഞായിരുന്നു. അത് പീഡനമെന്ന് ഞങ്ങൾ അംഗീകരിച്ചിട്ടില്ലല്ലോ. അപ്പൊ ഇവരിതുവരെ ഇതൊന്നും അംഗീകരിച്ചിട്ടില്ല കേട്ടോ. അപ്പൊ നിങ്ങൾ അംഗീകരിക്കുന്നത് വരെ ഞങ്ങൾ നോക്കിയിരിക്കാം. ആവശ്യപ്പെടുന്നതിലൊന്നും ആർക്കും എന്തും ആവശ്യപ്പെടുന്നതിൽ തെറ്റൊന്നുമില്ല. അതിനകത്ത് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ തുടർ നടപടികൾ ഉണ്ടായേനെ. അത് ഞങ്ങൾ നിയമത്തിന് വിടുകയാണ്. ഇവരുടെയൊക്കെ മനസ്സിന്റെ വിശാലത നമ്മൾ കാണാതെ പോകരുത് കേട്ടോ. ഞങ്ങളുടെ ഒരു കാഴ്ചപ്പാടിൽ തീരെ മുകേഷ് പീഡനം നടത്തിയിട്ടേ ഇല്ല, ഞങ്ങൾ അംഗീകരിച്ചിട്ടില്ല. എന്നാലും ഞങ്ങളത് നിയമത്തിന് വിട്ടുകൊടുത്തു. എന്തെങ്കിലും ശിക്ഷ ഇനി മുകേഷ് അഥവാ അർഹിക്കുന്നുണ്ടെങ്കിൽ കൊടുത്തോട്ടെ, സാധ്യതയൊന്നുമില്ല. അല്ലല്ല, പറയാൻ പാടില്ല. അതെല്ലാം മറുപടി കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ പ്രസ്ഥാനത്തിലുള്ള നേതാക്കന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇത്തരം ഒരു കേസുകളിലും ഇടപെടാറില്ല. അത് നിയമം എന്താണോ അനുശാസിക്കുന്നത് അതനുസരിച്ച് പോകും. നിയമം ശിക്ഷ വിധിച്ചാൽ ഞങ്ങൾ അത് അംഗീകരിക്കുന്നത്. അപ്പോ ആരെങ്കിലും ഒരാളൊരു തെറ്റ് ചെയ്താൽ നിയമം ശിക്ഷിച്ചാൽ മാത്രമേ അവര് കുറ്റക്കാരാകത്തുള്ളൂ. ഇതാണല്ലോ ഗോവിന്ദൻ മ്യാസ്റ്റർ തൊട്ട് നിങ്ങൾ വരിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എല്ലാ ദിവസവും ഓരോ ആരോപണങ്ങളല്ലേ. അപ്പൊ ആരോപണങ്ങളൊക്കെ രാജിവെച്ച് പോയിരുന്നെങ്കിൽ എന്താണ്? അപ്പൊ പിന്നെ നിങ്ങൾ ഈ രാഹുൽ മാങ്കൂട്ടം ഈ രാജിവെക്കണം, MLA സ്ഥാനം ഒഴിയണമെന്ന് പറയുന്നത് എന്തോത്തിനാ? നിങ്ങൾ അസംബന്ധ ചോദ്യമാണ്. അസംബന്ധ ചോദ്യത്തിന് അസംബന്ധ ഉത്തരം പറയാൻ ഞാനില്ല. നിങ്ങൾ എവിടെങ്കിലും ഒരിടത്ത് ഉറച്ചു നിൽക്കി. ഒരാൾ ഒരു തെറ്റ് ചെയ്തു, ആ തെറ്റ് ചെയ്യുമ്പോഴേ അവരവരുടെ രാഷ്ട്രീയ വസ്ത്രം ഉപേക്ഷിക്കണോ അതോ കോടതി ശിക്ഷിക്കുമ്പോൾ ഉപേക്ഷിച്ചാൽ മതിയോ? അതിന് ക്ലിയർ ആയിട്ടൊരു മറുപടി നിങ്ങളുടെ കയ്യിലുണ്ടോ? അതോ നിങ്ങളുടെ പാർട്ടിക്കാരൻ ചെയ്യുമ്പം ഒരു മറുപടി, മറ്റവര് ചെയ്യുമ്പോൾ വേറൊരു മറുപടി, അങ്ങനെയാണോ? അപ്പൊ അതനുസരിച്ച് ഗവൺമെന്റ് പെരുമാറും, റിയാക്ട് ചെയ്യുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അതിന് പച്ച മലയാളത്തിൽ പ്രയോഗമുണ്ട്, ഞാൻ പറയുന്നില്ല. വിധി വരുന്നതിന് മുമ്പ് തന്നെ ഇത് ഇത്രയധികം വന്നപ്പോൾ അദ്ദേഹത്തെ മാറ്റി നിർത്താനുള്ള മര്യാദയെങ്കിലും കോൺഗ്രസ് പാർട്ടി കാണിക്കണമായിരുന്നു. ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ സ്ത്രീകളെ വിഷമിപ്പിക്കുകയോ അവരെ ദ്രോഹിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം. നീ നല്ല പയ്യനാണ്, നിന്നെ കണ്ടപ്പോഴേ എനിക്കത് അറിയാമായിരുന്നു. ഇതുപോലെ ഒരു സ്ത്രീ പീഡകനാണെന്ന് അറിയുന്ന ആളിനെ അങ്ങേയറ്റം പിന്തുണയ്ക്കുന്ന ഒരാളിനെ സ്ഥാനാർത്ഥിയാക്കുക എന്ന് പറഞ്ഞാൽ, സ്ഥാനാർത്ഥിയാകുക എന്നുള്ളത് മാത്രമല്ല ചേച്ചി, MLA ആയിക്കൂടാ, മന്ത്രി ആയിക്കൂടാ. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലും പൊതുസേവകൻ എന്നുള്ള ലേബലിൽ ഇവൻ ഒരുത്തനും തുടർന്നുകൂടാ എന്നാണ് ജനങ്ങളുടെ അഭിപ്രായം. ചേച്ചിയുടെ അഭിപ്രായത്തിൽ എങ്ങനെയാ? മന്ത്രിപദം അലങ്കരിക്കുന്നവർക്ക് എന്തുമാകാം എന്നാണോ? അതോ ഇരുന്നിരുന്ന് തഴമ്പിച്ച പൃഷ്ഠത്തിന് എന്തു ആകാന്നാണോ? ഒരു വനിതാ നേതാവ് ഇരുന്നുകൊണ്ട് പീഡനത്തിന്റെ തീവ്രത അളക്കുന്ന ദാരുണമായ കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അങ്ങനെ ആ കമ്മിറ്റി തീർന്നു. ആ കസേരയിൽ ഇരുന്നുകൊണ്ട് ഇങ്ങനെ തള്ളാൻ ചില്ലറ ഉളുപ്പില്ലായികയൊന്നും പോരെ. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന്റെ അങ്ങേയറ്റത്തെ ജീർണതയാണ് പ്രകടമാകുന്നത്. ഈ വിഷയം കൊണ്ടൊക്കെ സ്വർണ്ണക്കൊള്ള അങ്ങ് മറക്കാമെന്ന് ഏതെങ്കിലും അമ്പലം വിഴുങ്ങികൾ തീരുമാനിച്ചാൽ അതൊന്നും കേരളത്തിൽ നടക്കാൻ പോകുന്നില്ല. ഇനി ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ബലാത്സംഗ വീരൻ നിങ്ങളുടെ പാർട്ടിയിലേക്ക് വന്നാൽ ഒരു രക്തഹാരം ചാർത്തുന്നതോടുകൂടി പുള്ളി ശുദ്ധീകരിക്കപ്പെടും. ഒരു മനുഷ്യൻ തന്നെ രണ്ടാണ്. ഒരേ ഒരു മനുഷ്യനെ നമ്മൾ കാണുന്നു. ആ മനുഷ്യൻ നമ്മൾ കാണുന്ന മനുഷ്യനുമാണ്, നമ്മൾ കാണാതെ മനുഷ്യനും ചേർന്നതാണ് ഒരു മനുഷ്യൻ. അത് മാത്രമല്ല അദ്ദേഹത്തെ പൂർണ്ണമായിട്ട് സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അത് സ്ത്രീ സമൂഹത്തിന് അംഗീകരിക്കാവുന്ന ഒരു കാര്യമല്ല. छाती से